CPM-ന്റെ തണലിൽ ഒരു പരിചാരകനെ പോലെയാണ് വനംവകുപ്പ് മന്ത്രി ഇപ്പോൾ ആ മന്ത്രിസ്ഥാനത്ത് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. അവരുടെ പാർട്ടിയുടെ നിലപാടൊക്കെ വേറെ ഏതോ തരത്തിലൊക്കെയാണ്. CPM-ന്റെ ഔദാര്യത്തിൽ എന്തിനാണ് ഈ വനംവകുപ്പ് മന്ത്രിയെ വെക്കുന്നത്? കേരളത്തിന്റെ വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചന നമുക്ക് വ്യക്തമാണ്. നിലവിലുള്ള ബില്ലിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ ഏതൊക്കെയാണ്, അതിൽ ഏതൊക്കെ മാറ്റങ്ങളോടാണ് വിയോജിപ്പ്, അത് വ്യക്തമാക്കിയാലാണ് അതിൽ ന്യായമായ കാര്യങ്ങളുണ്ടെങ്കിൽ, കഴമ്പുള്ള വിമർശനമുണ്ടെങ്കിൽ അവരോടെല്ലാം മുൻവിധികളില്ലാതെ സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഗവൺമെന്റ് തയ്യാറാണ്. നമസ്കാരം. വന നിയമ ഭേദഗതിക്കെതിരെ മലയോര ജനതയും വിവിധ രൂപതകളും വലിയ പ്രതിഷേധത്തിലാണ്. വന്യമൃഗ ആക്രമണത്തിന്റെ വാർത്തകൾ ദിനം പ്രതി വരുന്നുണ്ട്. ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്നവരുടെ എണ്ണത്തിലുമുണ്ട് വർധന. കോതമംഗലത്ത് നിന്ന് മാത്രം കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2 മരണങ്ങളുടെ കണക്കാണ് നമ്മൾ കേട്ടത്. വന്യമൃഗങ്ങളിൽ നിന്ന് ജനത്തിന് സുരക്ഷ നൽകാൻ സർക്കാർ നടപടി കൈക്കൊള്ളുന്നില്ല എന്ന വിമർശനത്തിനിടെയാണ് കർഷകർക്കും ആദിവാസി വിഭാഗങ്ങൾക്കും ദോഷകരമെന്ന് വിവിധ കർഷക സംഘടനകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്ന ഭേദഗതി നിർദ്ദേശങ്ങൾ. മനുഷ്യന് പരിഗണന നൽകാതെ വന്യമൃഗത്തിന് മാത്രം പരിഗണന നൽകുന്ന കാടൻ നിയമമാണോ സർക്കാരിൻ്റേത്? കർഷകരുടെ ആശങ്ക സർക്കാർ പരിഹരിക്കുമോ? ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ഈവനിംഗ് വിശദമായി പരിശോധിക്കുന്നത്. സ്വാഗതം. ന്യൂസ് ഈവനിംഗിൽ ഇന്നത്തെ അതിഥികൾ കിഫ ചെയർമാൻ ശ്രീ അലക്സ് ഒഴുകയിൽ, ഇടതു നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസ് എന്നിവർ. ആദ്യം ശ്രീ അലക്സ് ഒഴുകയിലേക്ക്. അലക്സ്, കഴിഞ്ഞ ദിവസം കിഫയുടെ നേതൃത്വത്തിലും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഒപ്പം തന്നെ രൂപതകളുടെ നേതൃത്വത്തിലൊക്കെയുള്ള പ്രതിഷേധങ്ങൾ, അവരുടെ പ്രതികരണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുമാണ്. എന്തുകൊണ്ടാണ് ഈ 61-ലെ വന നിയമമാണല്ലോ, അതിന്മേൽ ഭേദഗതി വരുത്താൻ കരട് നിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇത്രയധികം ഇതിൽ ഒരു വിമർശനത്തിലേക്ക് കടക്കുകയും പ്രതിഷേധത്തിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? അനുജ, ഇപ്പം വനമന്ത്രിയുടെ ഒരു ബൈറ്റ് നിങ്ങൾ കാണിച്ചു. അപ്പൊ വനമന്ത്രി പറയുന്ന ഒരു കാര്യമുണ്ട്, കാടടച്ച് വെടിവെക്കാതെ ഏതൊക്കെ സെക്ഷനിലാണ്, എന്തിനോടാണ് നിങ്ങൾക്ക് എതിർപ്പ് എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്യാമെന്ന് വനമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഞങ്ങൾ ഇന്ന് രാവിലെ കേരളത്തിലെ 140 MLA-മാർക്കും ഞങ്ങൾ ഈ നിയമ ഭേദഗതിയിൽ എതിർക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്ന് പറഞ്ഞ് അക്കമിട്ട് നിരത്തി 11 പോയിന്റുള്ള ഒരു തുറന്ന കത്ത് ഞങ്ങൾ ഇന്ന് ഇത് MLA-മാർക്ക് വിട്ടിട്ടുണ്ട്. ഞാൻ അതിലുള്ള പോയിന്റുകൾ വളരെ ചുരുക്കി പറയാം. ഒന്നാമതായിട്ട് സെക്ഷൻ 2C ഈ ഫോറസ്റ്റ് ഓഫീസർ എന്നതിന്റെ നിർവചനത്തിൽ, നിലവിലെ നിർവചനത്തിൽ അവർ ട്രൈബൽ വാച്ചർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഇങ്ങനെ 3 പേരെ കൂടെ ആഡ് ചെയ്തിരിക്കുകയാണ്. അതായത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നമുക്കറിയാം, അവർ PSC പരീക്ഷ എഴുതി ട്രെയിനിങ് കഴിഞ്ഞ് വരുന്ന ആൾക്കാരാണ്. അവരെ ഫോറസ്റ്റ് ഓഫീസർമാരെ കണക്കാക്കുന്നതിൽ നമുക്ക് എതിർപ്പില്ല. അത് പോലീസിലെ കോൺസ്റ്റബിൾ അല്ലെങ്കിൽ CPO സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള ഒരു പദവിയാണ്. അവരെ ഫോറസ്റ്റ് ഓഫീസർമാരെ കാണുന്നതിന് നമുക്ക് വിരോധമില്ല. പക്ഷെ താൽക്കാലിക അടിസ്ഥാനത്തിൽ യാതൊരു മാനദണ്ഡവുമില്ലാതെ ഫോറസ്റ്റുകാരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ദിവസക്കൂലിക്ക് എടുക്കുന്ന വാച്ചർമാരെ എങ്ങനെയാണ് ഫോറസ്റ്റ് ഓഫീസർമാർ എന്ന നിർവചനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുക? അത് ഈ ഫോറസ്റ്റ് ഓഫീസിലെ തന്നെ മറ്റ് PSC എഴുതി വരുന്ന ആളുകളുടെ പോലും മനോവീര്യത്തെ കെടുത്തുന്ന ഒന്നാണ്. അത് സാധ്യമല്ല. കാരണം അവർക്ക് ആവശ്യമായ ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഈ നിർവചനത്തിൽ തന്നെ പ്രശ്നമുണ്ട്. സെക്ഷൻ 2C അതൊന്നാമത്തെ. എന്റെ ഒരു സംശയം ശ്രീ അലക്സ് ഒഴുകയിൽ, ഞാൻ എന്റെ ഒരു സംശയം കൂടി ചോദിക്കുകയാണ്. നിലവിലെ ഈ അറസ്റ്റിനുള്ള അധികാരം ആർക്കാണ് നിലവിലെ നിയമത്തിൽ? അല്ല, അറസ്റ്റിലേക്ക് ഞാൻ പറയാം. അറസ്റ്റ് മാത്രമല്ല പ്രശ്നം. ഇപ്പൊ നിലവിലുള്ള ആൾക്കാർ, പത്രമാധ്യമങ്ങൾ വളരെ വലിയ രീതിയിൽ ഇത് ഇഷ്യൂ ആക്കുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ മുകളിലേക്കുള്ളവർക്ക് അറസ്റ്റ് ചെയ്യാൻ അധികാരമുണ്ട് എന്നുള്ള ഒരു സെക്ഷനിലാണ്. ഓക്കെ, അതിലും പ്രശ്നമുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അതിൽ നിലവിൽ നിർവചനത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നതുപോലും ഇല്ല നിലവിലെ നിർവചനത്തിൽ. ഓക്കെ, അതുകൊണ്ടാണ് ട്രൈബൽ വാച്ചറേയും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറേയും കൂടെ അവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് സെക്ഷൻ 2C പറഞ്ഞിരിക്കുന്നു, ഓൾറെഡി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഇന്ന് വനമന്ത്രി പുറത്തുവിട്ട ആ ഒരു പത്രക്കുറിപ്പുണ്ടല്ലോ, നിങ്ങൾ ഇന്ന് ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചതിൽ, അതിൽ ഈ സെക്ഷൻ 2C പറ്റി പരാമർശമില്ല. അത് ജനങ്ങൾക്ക് നിരുപദ്രവകാരികളാണ് എന്ന് തോന്നുന്ന സെക്ഷനെ പറ്റി മാത്രമേ ഇന്ന് വനമന്ത്രി പുറത്തുവിട്ട വിശദീകരണ കുറിപ്പിലുള്ളൂ. ഞാൻ അറസ്റ്റിലേക്ക് വരാം. അറസ്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് തൊട്ട് സെക്ഷൻ 52 സെർച്ചിന്റെ കാര്യം പറയുന്നു. സെർച്ച് ചെയ്യുമ്പോൾ അവർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ മുതൽ ആർക്കും ആരുടെ വീട്, കെട്ടിടം, വണ്ടി, അങ്ങനെ എന്തും സെർച്ച് ചെയ്യാനുള്ള അധികാരം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് മുകളിലേക്ക് നൽകിയിരിക്കുകയാണ്. ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറഞ്ഞാൽ വനംവകുപ്പിൽ ഏറ്റവും താഴ്ന്നിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്. അത് ഇപ്പൊ നമുക്കറിയാം, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഉണ്ട്. അത് പ്രകാരം ACF എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ DFO റാങ്കിന് മുകളിലുള്ള ആളുകൾക്കാണ് സെർച്ച് വാറണ്ടോ അറസ്റ്റ് വാറണ്ടോ ഇഷ്യൂ ചെയ്യാൻ വനംവകുപ്പിൽ അധികാരമുള്ളത്. അത് ജില്ലയിൽ ഒരാളേ ഉള്ളൂ. അതിന് പകരം ജില്ലയിൽ 100 കണക്കിന് ആൾക്കാരുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് സെർച്ചിനുള്ള അധികാരം നൽകിയിരിക്കുന്നു. സെക്ഷൻ 52 അനുജയുടെ കയ്യിൽ ഗസറ്റിന്റെ കോപ്പി ഉണ്ടെങ്കിൽ നോക്കുക. സെക്ഷൻ 52 സെർച്ചിന്റെ കാര്യം പറയുന്നത്. വണ്ടി സെർച്ച് ചെയ്യാനുള്ള അധികാരം, വണ്ടി ആര് യാത്ര ചെയ്യുന്ന വണ്ടിയും തടഞ്ഞു നിർത്തി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് അതിന് മുകളിലേക്കുള്ളവർക്ക് സെർച്ച് ചെയ്യാനുള്ള അധികാരമുണ്ട്.
ഇപ്പൊ സാധാരണ ഇതിൽ പോലീസ് വാഹന ചെക്കിംഗ് നടത്തുമ്പോൾ പോലും കോൺസ്റ്റബിൾമാർ മാത്രമായിട്ട് ചെക്കിംഗ് നടത്താറില്ല. അവരുടെ കൂടെ ഒരു SIO അല്ലെങ്കിൽ മിനിമം ഒരു ASIO ഉണ്ടാവും. അപ്പൊ നമ്മൾ പറയുന്നത് ആ അധികാരം കൊടുക്കാൻ പാടില്ല. ഒന്നുകിൽ ACF അല്ലെങ്കിൽ DFO റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥർ അവർക്ക് കൂടെ അവരുടെ വാറന്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ മിനിമം ഡെപ്യൂട്ടി റേഞ്ചർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് വണ്ടി വാഹനം ചെയ്യാനുള്ള അധികാരം കൊടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അത് വളരെ വലിയ രീതിയിൽ അത് ജനോപദ്രവകരമായിട്ട് മാറും. അതൊന്ന്. ഇനി നമ്മൾ 63-ലാണ് ഇപ്പൊ അനുജ പറഞ്ഞ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുന്ന വിഷയം, അത് 63-ലാണ് പറയുന്നത്, സെക്ഷൻ 63. സർക്കാർ പറയുന്നത് നിലവിൽ വാച്ചർക്ക് വരെ അധികാരം ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ വാച്ചർ എന്നുള്ളത് നിലവിൽ വാച്ചർ എന്നവർ ഫോറസ്റ്റ് ഓഫീസറായിട്ട് നിർവഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സെക്ഷൻ 2C ഈ അമെന്റ്മെന്റിൽ തന്നെ അവർ വാച്ചറേയും ട്രൈബൽ വാച്ചറേയും പ്രത്യേകം ഫോറസ്റ്റ് ഓഫീസർമാർ എന്നുള്ള നിർവചനത്തിൽ പെടുത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ ഈ വാച്ചർ ഫോറസ്റ്റ് ഓഫീസർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഓഫീസർ എന്ന നിർവചനത്തിൽ വാച്ചറോ ട്രൈബൽ വാച്ചറോ ഇല്ല. അത് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ പറയുന്ന ഒരു കാര്യം ഇതാണ്, അറസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു തരുന്ന ഒരു പൗരന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കലാണ്. ഈ ഭേദഗതി നിർദ്ദേശത്തിൽ പറയുന്നത് ഞാൻ ഒന്ന് ഇടപെടുകയാണ്. അതായത് നിലവിൽ അറസ്റ്റിനുള്ള അധികാരം ഫോറസ്റ്റ് വാച്ചർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുണ്ട്. എന്നാൽ ഭേദഗതി ഇങ്ങനെയാണ്, അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മുതൽ മുകളിലുള്ളവർക്കായി നിജപ്പെടുത്തിയിട്ടുണ്ട്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ പരിശീലനം ലഭിച്ചവരാണ്. ഫോറസ്റ്റ് വാച്ചർ കുറഞ്ഞ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. ഇതാണ് അതിനുള്ള വിശദീകരണം. അതായത് ഇത് വായിക്കുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നത് ഇതൊരു നല്ല രീതിയാണ് എന്നതാണ്. ഫോറസ്റ്റ് വാച്ചറുടെ കയ്യിൽ നിന്ന് ആ അധികാരം എടുത്തു മാറ്റുമ്പോൾ അപ്പം നിലവിലുള്ളതായിരുന്നു തെറ്റായത്, ഇപ്പോൾ അത് നിജപ്പെടുത്തുകയാണ് എന്നാണ് നമുക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതെ, ആ രീതിയിൽ അതൊരു തെറ്റായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ്. അങ്ങനെയല്ല. കാരണം നിലവിലെ നിയമത്തിൽ വാച്ചറേയും ട്രൈബൽ വാച്ചറേയും ഫോറസ്റ്റ് ഓഫീസർമാരെയും നിർവഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സെക്ഷൻ 2C ഇവരെ പ്രത്യേകം ഫോറസ്റ്റ് ഓഫീസർമാരായി നിർവചിച്ചുകൊണ്ട് നിയമത്തിന്റെ ഫസ്റ്റ് സെക്ഷനിൽ അത് വന്നിരിക്കുന്നു. അപ്പൊ ഇതൊരു തന്ത്രമാണ്, അതായത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രമാണ്. അതുകൊണ്ട് അത് മാത്രമല്ല, അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് അറസ്റ്റ് ചെയ്യാൻ അധികാരം കൊടുക്കാൻ സാധ്യമല്ല. അതായത് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് വളരെ വലിയ രീതിയിൽ അധികാര ദുർവിനിയോഗത്തിന് വഴിവെക്കും. ACF ഓർ എബോവ് അങ്ങനെയുള്ള ആളുകൾക്കാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം അന്വേഷണം നടത്താനോ സെർച്ച് വാറന്റ് ഇഷ്യൂ ചെയ്യാൻ അധികാരമുള്ളത്. അത് കേന്ദ്ര നിയമമാണ്, അതനുസരിച്ച് വേണം ചെയ്യാൻ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ അഞ്ചയുടെ കയ്യിൽ കോപ്പി ഉണ്ടല്ലോ, അതിൽ അവർ പറയുന്നുണ്ട് 63-ന്റെ അവസാനം പറയുന്നുണ്ട് BNSS ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരമായിരിക്കണം ഈ വകുപ്പിൽ അറസ്റ്റും സെർച്ചും ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ BNSS അറിയാം, സെക്ഷൻ 35 പ്രകാരം വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണ് അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതൊരു കോഗ്നിസബിൾ ഒഫൻസ് ആണെങ്കിൽ മാത്രമേ ഒരു പോലീസിന് പോലും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ 3 വർഷമോ അതിൽ കൂടുതൽ തടവ് കിട്ടുന്ന ശിക്ഷയാണ്. ഫോറസ്റ്റ് ഓഫൻസ് എല്ലാം കോഗ്നിസബിൾ ഒഫൻസ് അല്ല. അതിൽ 2 വർഷം വരെ തടവുള്ളതുകൊണ്ട്, 6 മാസം വരെ തടവുള്ളതുകൊണ്ട്, 3 വർഷം വരെ തടവുള്ളതുകൊണ്ട്. അപ്പൊ എങ്ങനെയാണ് ഏത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക്, അതായത് ഉദാഹരണത്തിന് നമ്മളിപ്പോ അബദ്ധത്തിൽ കന്നുകാലിയെ അഴിച്ചു വിട്ടു, നമ്മുടെ വനാതിർത്തി താമസിക്കുന്ന ഒരാൾ കന്നുകാലി അറസ്റ്റ് സംബന്ധിച്ച് നടപടിക്രമങ്ങൾക്ക് ഒരു വ്യക്തമായൊരു വ്യവസ്ഥയില്ല. പക്ഷെ ഇപ്പോൾ അത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ക്രിമിനൽ നടപടി നിയമം, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, BNSS വ്യവസ്ഥകൾ പാലിക്കണമെന്ന വ്യക്തമായ വ്യവസ്ഥ ചേർത്തു എന്നാണ് പറയുന്നത്. BNSS വ്യവസ്ഥ കൃത്യമായിട്ട് പറയുന്നത് കോഗ്നിസബിൾ ഒഫൻസിന് മാത്രമേ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് നിയമത്തിൽ അവർ കോഗ്നിസബിൾ ഒഫൻസിന് അറസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നില്ലാത്തത്? ഏത് ഒഫൻസിന്? അതായത് ഞാൻ പറഞ്ഞില്ല, പശുവിനെ തീറ്റ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് കിടക്കുന്ന കാര്യമാണ്. വനത്തിന് തൊട്ടടുത്തുള്ള ആളുകൾ വെള്ളം എടുക്കാൻ വനത്തിൽ കയറാറുണ്ട്, പശുവിനെ തീറ്റാൻ കയറാറുണ്ട്, അബദ്ധത്തിൽ ആളുകൾ ഉള്ളിൽ കയറും. അങ്ങനെ കയറുന്ന ആളുകളെ പോലും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഞങ്ങൾ പറഞ്ഞ ഇതാണ്, ഒന്നുകിൽ കോഗ്നിസബിൾ ഒഫൻസ് BNSS പ്രകാരമാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം, അത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കോഗ്നിസബിൾ ഒഫൻസ് ആണെങ്കിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓക്കെ, കുഴപ്പമില്ല. എല്ലാ വന ഒഫൻസും കോഗ്നിസബിൾ ഒഫൻസ് അല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിൽ മാറ്റം വരുത്തട്ടെ. ഇതാണ് നമുക്ക് ചർച്ച നടത്തേണ്ട വിഷയം. അതെ, പിന്നെ മറ്റ് ഡിസഗ്രി ചെയ്യുന്ന മറ്റ് പോയിന്റ്സ് കൂടി വളരെ വേഗം ശ്രീ അലക്സ്. അതെ, അതായത് 63.2 കൃത്യമായിട്ട് പറയുന്നു, അതായത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ കേസെടുക്കുന്നത് പോലീസുകാർക്ക് മാത്രമാണ്. ഇപ്പൊ ഫോറസ്റ്റുകാരെ ഇപ്പൊ ആരെങ്കിലും തടഞ്ഞു നോക്കുക, എന്റെ പേരിൽ കേസുണ്ട്, ഫോറസ്റ്റുകാർ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറയും. അവർ എനിക്കെതിരെ പെരുവണ്ണാമൂഴി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത് പോലീസാണ് എനിക്കെതിരെ കേസെടുത്തത്. ഇപ്പം അനുജയ്ക്ക് അറിയാമല്ലോ, വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെ ഫോറസ്റ്റുകാർ തടഞ്ഞു വെക്കുകയും ഞങ്ങളുടെ ഒരു മാധ്യമ പ്രവർത്തകരെയും അങ്ങനെ പിടിച്ചുകൊണ്ടുപോയ ഒരു അനുഭവമൊക്കെ നമുക്കുള്ളതാണ്. അതായത് ക്രമസമാധാന പാലനം പോലീസിന്റെ ചുമതലയാണ്. പോലീസിനെ കേസെടുക്കാൻ പാടുള്ളൂ, മൾട്ടിപ്പിൾ ഏജൻസീസ് അധികാരം കൊടുക്കാൻ സാധ്യമല്ല. അപ്പോ ഈ ഫോറസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവരെ തടഞ്ഞു നോക്കി അവർ ചോദ്യം ചെയ്യുന്ന ആരെ വേണമെങ്കിലും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് നോൺ വയലബിൾ വകുപ്പുകളിട്ട് അറസ്റ്റ് ചെയ്യാൻ അധികാരം കൊടുത്തിരിക്കണം. 63.2 അനുജയ്ക്ക് നോക്കാം. 63.2 കൃത്യമായിട്ട് പറയുന്നുണ്ട്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഓർ എബോവ് എന്ന് പറഞ്ഞാൽ ഡെപ്യൂട്ടി റേഞ്ചറൊക്കെ താഴെയുള്ള ആളായ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ, അയാൾക്ക് നമ്മളെ അറസ്റ്റ് ചെയ്യാനും ജാമ്യമില്ലാ കുറ്റത്തിന് അകത്തിടാനുള്ള അധികാരം കിട്ടിയിരിക്കുകയാണ്. കാരണം പറയുന്നത് ഇത്രയാണ്, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി. എന്താണ് ഇതിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം എന്നുള്ളത് നിർവചനമില്ല.
ആർക്കും ആരെയും അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് പോകും. അത് 63(2). ഇനി 63(3) പറയുന്നു, നിലവിലെ നിയമപ്രകാരം ഫോറസ്റ്റുകാർ അറസ്റ്റ് ചെയ്താൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണമെന്നാ. ഇവർ പറയുന്നു പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഫോറസ്റ്റ് സ്റ്റേഷൻ. കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക, ഫോറസ്റ്റ് വകുപ്പിന്റെ ലോക്കപ്പിൽ കൊണ്ടുപോയി മർദ്ദനത്തിന് വിധേയരാക്കാനുള്ള ലൈസൻസ് കൊടുക്കുന്ന സെക്ഷനാണ് 63(3). റെജി ലൂക്കോസ് മറുപടി പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നോട്ട് ചെയ്ത് വെക്കുക സെക്ഷൻ. കൃത്യമായിട്ടുള്ള മറുപടി വേണം. പോലീസ് സ്റ്റേഷനിലോ മജിസ്ട്രേറ്റിന്റെ അടുത്തോ മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ നിലവിലെ നിയമപ്രകാരം. അത് അങ്ങനെ തന്നെ വേണം, ഫോറസ്റ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ സാധ്യമല്ല. ഇനി ഞാൻ 63(4) പ്രകാരമാണ് BNSSന്റെ സെക്ഷൻ വരുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇനി 69(2) പ്രകാരം, അതായത് ഏതെങ്കിലും ഒരു ഫോറസ്റ്റ് ഉൽപ്പന്നം കയ്യിൽ വെച്ച് നമ്മൾ അറസ്റ്റ് ചെയ്തു എന്ന് വെക്കുക. അതായത് ഉദാഹരണം ഇപ്പോൾ ഒരു തേനോ അല്ലെങ്കിൽ ഒരു മരമോ എന്തെങ്കിലും. അങ്ങനെ 69(2) പ്രകാരം പറയുന്നത് ഏതെങ്കിലും ഒരു ഫോറസ്റ്റ് ഉൽപ്പന്നം വെച്ച് നമ്മൾ അറസ്റ്റ് ചെയ്താൽ നമ്മൾ തെറ്റു ചെയ്തു എന്ന് പ്രസ്യൂം ചെയ്യാമെന്നാണ്. അടിസ്ഥാന നിയമതത്വം എങ്ങനെയാ? എന്നെ പോലീസ് അറസ്റ്റ് ചെയ്താൽ അത് ക്രിമിനൽ ഒഫൻസിനാണെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തെന്ന് തെളിയിക്കേണ്ട പോലീസിന്റെ ഉത്തരവാദിത്തം, പ്രോസിക്യൂഷൻ തെളിയിക്കണം. ഞാൻ തെറ്റ് തെളിയിക്കുന്നതിന് പറഞ്ഞാൽ ഞാൻ നിരപരാധിയാ. പക്ഷെ 69(2) പറയുന്നു ഫോറസ്റ്റ് ഒഫൻസിന് അറസ്റ്റ് ചെയ്താൽ അയാൾ തെറ്റുകാരനാണെന്നെങ്കിൽ പ്രസ്യൂം ചെയ്യണം, തെറ്റുകാരനല്ലെന്ന് ഞാൻ തെളിയിക്കണം. ഇതെങ്ങനെയാണ് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുന്ന ഒരു സെക്ഷനായിട്ട് പറയുന്നത്? അത് 69(2). ഇനി 72(2) പ്രകാരം സർട്ടിഫിക്കറ്റ് ചെയ്യാനുള്ള അവകാശം. ഇന്ന് മന്ത്രി കൊടുത്ത എക്സ്പ്ലനേഷനിൽ അത് പറയുന്നുണ്ട്. അതായത് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് വെച്ച് നമ്മളെ പിടിച്ചു എന്ന് നോക്കുക, ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ഫോറസ്റ്റിൽ നിന്നുള്ളതാണോ അല്ലയോ എന്ന് സർട്ടിഫിക്കറ്റ് നൽകാൻ റേഞ്ച് ഓഫീസർക്ക് അധികാരം ഉണ്ടെന്നാ പറയാം. ഞാൻ ഇപ്പൊ തേൻ എന്ന് പറയുന്ന സാധനം, വനത്തിൽ തേനുണ്ട്, വനത്തിന് വെളിയിൽ തേനുണ്ട്. ഇപ്പൊ എന്റെ വീട്ടിൽ ഞാൻ ഫോറസ്റ്റിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന ആളാണ്. എന്റെ വീട്ടിൽ ഫോറസ്റ്റുകാരെങ്കിൽ റെയ്ഡ് നടത്തി എന്റെ വീട്ടിൽ 100 കുപ്പി തേൻ പിടിച്ചിട്ട് റേഞ്ച് ഓഫീസർ പറയാണ് ഇത് ഫോറസ്റ്റിൽ ഉൽപ്പന്നമാണെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ഈ നിയമപ്രകാരമുള്ള മുഴുവൻ നടപടിക്രമങ്ങൾക്കും ആ സർട്ടിഫിക്കറ്റ് ആധികാരിക രേഖയായിട്ട് ഉപയോഗിക്കാന്നാ പറയുന്നത്. അത് എത്ര വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെടും എന്ന് അനുജിക്ക് മനസ്സിലായോ? അതുപോലെ മരം, ഇപ്പൊ ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഇപ്പൊ വനത്തിന്റെ അടുത്തുള്ള സ്ഥലത്ത് നിന്ന് മരം വെട്ടിക്കൊണ്ടുപോകുന്നു. റേഞ്ച് ഓഫീസർ വന്ന് വണ്ടിക്ക് വലങ്ങി വന്നിട്ട് പറയാണ് നീ ഈ കൊണ്ടുവന്ന തടി ഫോറസ്റ്റിന്റെ തടിയാണ് എന്ന് പറഞ്ഞ് റേഞ്ച് ഓഫീസർ സർട്ടിഫിക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആധികാരിക രേഖയാകും, കോടതിയിൽ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് കിരാത നിയമം അല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇത്രയും പോയിന്റുകളാണ് ഞാൻ വളരെ കൃത്യമായിട്ട് സെക്ഷൻ ബൈ സെക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. റെജി ലൂക്കോസ് ഇതിന് സെക്ഷൻ ബൈ സെക്ഷൻ മറുപടി പറയാമെന്നുള്ളതാണ് എനിക്ക്